അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ നടന്ന എടക്കര പോത്തിക്കൽ മഹല്ല് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയുമായി ബന്ധപ്പെട്ട് ചില മെസ്സേജുകൾ കാണാനിടയുണ്ടായി. ഇതാണ് മെസ്സേജ്: നിലവിലെ കമ്മിറ്റി തുടരും. ചില ആളുകളൊക്കെ ഫോട്ടോ വെച്ചിട്ട് കമ്മിറ്റി തുടരും. അതല്ലെങ്കിൽ ഇലക്ഷനിലൂടെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു, ഇത്ര വോട്ടുകൾക്ക് കമ്മിറ്റി വിജയിച്ചു എന്നുള്ള ചില തെറ്റായ മെസ്സേജുകളൊക്കെ കാണാനിടയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണമാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ മഹല്ല് നിവാസിയും മെമ്പർഷിപ്പോട് കൂടി ഇന്നലെ നടന്ന ജനറൽ ബോഡിയിൽ പങ്കെടുത്ത ജനറൽ ബോഡി അംഗവും മഹല്ലിന് കീഴിലെ ശാഖാ പള്ളിയിലെ കമ്മിറ്റി മെമ്പർ കൂടിയാണ് സംസാരിക്കുന്നത്. 2025 ഒക്ടോബർ 26, അതായത് ഇന്നലെ ഞായറാഴ്ച, എടക്കര പോത്തിക്കൽ മഹല്ലിൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് എടക്കര കലാസാഗറിലുള്ള പ്രസ്റ്റീജ് ഓഡിറ്റോറിയത്തിൽ നടത്തുകയുണ്ടായി. ഔപചാരിക പരിപാടികൾക്ക് ശേഷം ഒരു ജനറൽ ബോഡിയുടെ പരമപ്രധാനമായ വിഷയമായ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും നിരുപാധികം അത് പാസ്സാക്കാമെന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ കൂടി ജനങ്ങളുടെ ആവശ്യപ്രകാരം അതുമായി ബന്ധപ്പെട്ട സംശയ ദൂരീകരണത്തിന് അവസരം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ ഉന്നയിക്കുകയും ചിലത് അവിടെ മറുപടി പറയുകയും ചിലത് പള്ളി നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പറയാമെന്നും അതല്ലെങ്കിൽ ചിലതൊക്കെ കമ്മിറ്റിയുടെ ഓഫീസിൽ വന്ന് കാണിച്ചു തരാമെന്നുള്ള ഒരു ജനറൽ ബോഡിക്ക് അനുയോജ്യമല്ലാത്ത ചില സംസാരങ്ങളും മറുപടിയാണ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും സമയം മാനിച്ചുകൊണ്ട്, സമയക്കുറവ് കൊണ്ട് നിലവിലെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ടത് നിലവിലെ കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ സാധാരണ നമ്മുടെ മഹല്ല് നടന്നു വരാറുള്ളത് അതാത് സമയത്തെ മഹല്ല് ഖത്തീബുമാരാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഉണ്ടാവാറ്. ഈ വർഷവും നിലവിലെ ഖത്തീബായ അബ്ദുസ്സലാം ദാരിമി കുട്ടത്തി അവറുകളായിരുന്നു റിട്ടേണിംഗ് ഓഫീസറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ 3 ആളുകൾ, നാസർ മാഷി കേരളായി, നൂർ ഫൈസി ചുങ്കത്തറ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ദാരി മുണ്ടേരി എന്നിവരെയാണ് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിലവിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റും റിട്ടേണിംഗ് ഓഫീസറും അവിടെ കൂടിയ മുഴുവൻ ജനങ്ങളോടും പറഞ്ഞു, നിലവിലെ കമ്മിറ്റി പിരിച്ചുവിട്ടു, ഇനി എല്ലാ ആളുകളും സമന്മാരാണ്. വേദിയിലുണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങളൊക്കെ പുറത്തിറങ്ങി, എല്ലാവരും സമന്മാരാണ്. ഇപ്പം നിലവിൽ കമ്മിറ്റി ഇല്ല, കമ്മിറ്റിയെ പിരിച്ചുവിട്ടു, എല്ലാ അർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിലും കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. അവിടെ ബഹുമാനപ്പെട്ട അന്നത്തെ നിലവിലെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന യൂസുഫ് നാസർ പ്രായാധിക്യം കാരണം അദ്ദേഹം അവിടെ ഇരിക്കുകയുണ്ടായി. ബാക്കിയുള്ള കമ്മിറ്റി മെമ്പർമാർ ഒന്നടങ്കം എല്ലാവരെ പോലെ സദസ്സിലേക്ക് വന്നിരിക്കുകയും കമ്മിറ്റി പിരിച്ചുവിടുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇനി അടുത്തത് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ സംവിധാനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്കാണ് വരാനുള്ളത്. പാനൽ സംവിധാനം ആക്കാമെന്ന് ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും ചില ആളുകൾ, ജനങ്ങൾ അഭിപ്രായപ്പെട്ടു പാനൽ സംവിധാനം വേണ്ട, രഹസ്യ സ്വഭാവത്തിലുള്ള വോട്ടിംഗ് സംവിധാനത്തിലേക്ക് മാറാം. ഏതായിരുന്നാലും ആദ്യം ഒരു പാനൽ വന്നു. അങ്ങനെ പിന്നീട് മൊത്തം 49 പാനലുകൾ വന്നു. സാധാരണ ഈ വിനീതനെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ നടന്നു വരാറുള്ളത് എത്ര പാനലുകളാണോ വന്നത്, ആ പാനലുകളിൽ കൂടുതൽ പേര് ആവർത്തിക്കപ്പെട്ട ആളുകൾ ആരാണോ, ആരുടെ പേരാണോ കൂടുതൽ തവണ ആവർത്തിച്ചുവെങ്കിൽ അങ്ങനെ 21 ആള് കമ്മിറ്റിയാണ് സാധാരണ നടന്നു വരാറുള്ളത്. ഏതായിരുന്നാലും പാനൽ സംവിധാനം വേണ്ട, ഇലക്ഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പരസ്യ സ്വഭാവത്തിലുള്ള ഇലക്ഷൻ സംവിധാനമാണ് അവിടെ റിട്ടേണിംഗ് ഓഫീസറെ സഹായിക്കാമെന്ന നൂർ ഫൈസി ചുങ്കത്തറ എന്ന് പറയുന്ന വ്യക്തി പരസ്യ സ്വഭാവത്തിലൊരു വോട്ടിംഗ് സംവിധാനത്തിലേക്കാണ് ഇത് തീരുമാനമാകും എന്ന് പ്രസംഗിച്ച സമയത്ത് ബഹുമാനപ്പെട്ട നാസർ മാഷി കേരളായി സംസാരിക്കുകയുണ്ടായി. പരസ്യ സ്വഭാവത്തിലൊരു വോട്ടിംഗ് സംവിധാനം വന്നാൽ അത് മഹല്ലിൽ ജനങ്ങളെ ചേരിതിരിവിലേക്കും അനൈക്യത്തിലേക്കും കുടുംബങ്ങൾ തമ്മിൽ തെറ്റാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നുള്ള വളരെ ഉചിതമായ, വളരെ സന്ദർഭോചിതമായി സംസാരിക്കുകയും അങ്ങനെ പരസ്യ സ്വഭാവത്തിലില്ലാത്ത രഹസ്യ സ്വഭാവത്തിലൊരു വോട്ടിംഗ് സംവിധാനം പാനലുകൾ വെച്ച് രഹസ്യ സ്വഭാവത്തിലുള്ള വോട്ടിംഗ് സംവിധാനത്തിലേക്ക് മാറാമെന്ന് പറഞ്ഞതോടുകൂടി ഒരു സംസാരങ്ങളായി. ആ സംസാരങ്ങൾക്കൊടുവിൽ വളരെ ഏകപക്ഷീയമായ സംസാരത്തിലൂടെ റിട്ടേണിംഗ് ഓഫീസർ അവിടുന്ന് പറഞ്ഞു, ഇവിടെ സംഘർഷഭരിതമായ സാഹചര്യമുള്ളതിനാൽ ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. യോഗം പിരിച്ചുവിടുന്ന സമയത്ത് അതിന് മുമ്പേ കമ്മിറ്റിയെ പിരിച്ചുവിട്ടതാണ്. അവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, പാനൽ സംവിധാനം നടന്നിട്ടില്ല, പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും പൂർണ്ണാർത്ഥത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ റിട്ടേണിംഗ് ഓഫീസർ പ്രസംഗിച്ചു, ഈ ക്രമസമാധാനം
തകർന്നതിനാൽ, സംഘർഷഭരിതമായ സാഹചര്യമുള്ളതിനാൽ ഈ ജനറൽ ബോഡി യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ അയാൾ ഉൾപ്പെടുത്തി നിലവിലെ കമ്മിറ്റി തുടരുമെന്ന് പറഞ്ഞു. പിരിച്ചുവിട്ട കമ്മിറ്റിയെ പിന്നീട് എങ്ങനെ തുടർത്താൻ സാധിക്കും? ചോദ്യം. അവിടെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കാതെ എങ്ങനെ നിർദ്ദിഷ്ട വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറയാനാകും? നിലവിലെ കമ്മിറ്റി എങ്ങനെ തുടരുമെന്ന് പോസ്റ്റർ അടിച്ചിറക്കാനാകും? നിലവിൽ കമ്മിറ്റി എടക്കര പോത്തിക്കൽ മഹല്ല് കമ്മിറ്റി നിലവിൽ കമ്മിറ്റി ഇല്ല. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഏറ്റെടുക്കുകയും വഖഫിൻ്റെ ഒബ്സർവർ ഉണ്ടായിരുന്നു അവിടെ. ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകുമെന്നും ഇത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിലവിൽ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടുണ്ട്. നിലവിൽ കമ്മിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ ഞാനും നൂറ് ഫൈസ് ഉസ്താദും ദാരിം ഉസ്താദൊക്കെ വന്നതുപോലെ വന്ന ഒരാളെന്നെ ഇവിടെ ഉസ്താദ് ഭൂരിപക്ഷം പാനലാണ് പറയണത് എന്ന് പറഞ്ഞല്ലോ. ആ ഭൂരിപക്ഷം എങ്ങനെയാണ് ഉസ്താദ് തീരുമാനിച്ചത്? എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? ഇവിടെ നിയമപാലകരുണ്ടല്ലോ, ഭൂരിപക്ഷം ഏതാണ് എന്ന് കൃത്യമായി